ഹലോ എവരിവൺ, എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് പ്രിസ്ക്രിപ്ഷൻ എറേഴ്സിനെ കുറിച്ചാണ്. ആക്ച്വലി നമ്മുടെ തിയറി എക്സാമിനോ അല്ലെങ്കിൽ പ്രാക്ടിക്കലിൻ്റെ അന്ന് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള സ്റ്റേഷന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ തന്നിട്ട് അതിൻ്റെ എറേഴ്സ് കണ്ടുപിടിക്കാനായിട്ടൊരു സെക്ഷനുണ്ട്. അപ്പം എങ്ങനെയാണ് ഒരു പ്രിസ്ക്രിപ്ഷൻ, അതിനകത്ത് എങ്ങനെയായിരിക്കണം ഒരു മെഡിസിൻ എഴുതിയിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, പ്രിസ്ക്രിപ്ഷൻ ചാർട്ട് ഇല്ലാതെ നമുക്ക് ഒരിക്കലും പേഷ്യന് മെഡിസിൻ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ മെഡിസിൻ കൊടുക്കണമെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ചാർട്ട് വേണം. പ്രിസ്ക്രിപ്ഷൻ ചാർട്ടിനകത്ത് മെഡിസിൻ ക്ലിയർലി റിട്ടൺ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ എഴുതിയിട്ടുണ്ടാവണം എന്നുള്ളത് പറയുവാണെങ്കിൽ ലെജിബിൾ ആയിരിക്കണം, വായിക്കാൻ പറ്റണം. ഏത് മെഡിസിൻ എഴുതിയാലും അത് വായിക്കാൻ പറ്റണം. അതുപോലെ തന്നെ അത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം എഴുതിയിട്ടുണ്ടാവേണ്ടത്. അതുപോലെ അതിൻ്റെ ഡോസ്, റൂട്ട്, ഫ്രീക്വൻസി ഇത് മൂന്നും ഉണ്ടായിരിക്കണം. ഇപ്പോൾ എത്ര ഡോസാണ് കൊടുക്കേണ്ടത്, ഏത് സമയത്താണ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഏത് റൂട്ടാണ്, IM ആണോ IV ആണോ എന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഈ മെഡിസിൻ ആരാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ആ ഡോക്ടറിന്റെ സിഗ്നേച്ചറും ഉറപ്പായിട്ടും വേണം. സ്റ്റാർട്ട് ഡേറ്റും വേണം, സ്റ്റോപ്പ് ഡേറ്റും വേണം. അതായത് എപ്പോൾ ഈ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഏത് ഡേറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അത് എത്ര നാൾ വരെ കൊടുക്കേണ്ട മെഡിസിൻ ആണെന്നുള്ളതും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മാത്രമാണ് നമുക്ക് ഒരു കറക്റ്റ് പ്രിസ്ക്രിപ്ഷൻ എന്ന് ശരിക്കും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് നോക്കണം, പ്രിസ്ക്രിപ്ഷൻ ചാർട്ട് തന്നേക്കുന്നതിൽ ഞാൻ ഈ പറഞ്ഞ പോലെയാണോ അവർ എഴുതിയേക്കുന്നത് നോക്കണം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു സ്പേസ് തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് തന്നേക്കുന്ന പ്രിസ്ക്രിപ്ഷനകത്ത് എന്തൊക്കെ എറർ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അതിനനുസരിച്ചിട്ട് നോക്കണം. ഞാൻ പറഞ്ഞ പോലെ ലെജിബിൾ ആയിട്ടാണോ എഴുതിയേക്കുന്നത്, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ലെജിബിൾ എന്ന് എഴുതുക. അതല്ല, ഇപ്പം ക്യാപിറ്റൽ ലെറ്ററിലല്ല എഴുതിയേക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് റിട്ടൺ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്ന് എഴുതുക. ഡോസ് എഴുതിയിട്ടില്ലെങ്കിൽ ഡോസ് നോട്ട് റിട്ടൺ എന്ന് എഴുതുക. റൂട്ട് എഴുതിയിട്ടില്ലെങ്കിൽ അങ്ങനെ എഴുതുക. ഫ്രീക്വൻസി ഇല്ലെങ്കിൽ അത് എഴുതുക. സ്റ്റോപ്പ് ഡേറ്റ്, സ്റ്റാർട്ട് ഡേറ്റ് കേട്ടോ. അതുപോലെ ഡോക്ടർ സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങൾ വേണം. എന്നാൽ മാത്രമാണ് ആ പ്രിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം പ്രിസ്ക്രിപ്ഷൻ എറർ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ സൈഡിൽ എഴുതേണ്ടതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്